മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, രാഹുൽ ഗാന്ധിയുടെ വരവ്, കടന്നാക്രമണം തുടങ്ങി നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നലെയും. അതെ, ഇതൊക്കെ തന്നെ അതിൻ്റെ സമീപനങ്ങളിൽ മാത്രം വ്യത്യാസങ്ങൾ കാണാം പത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ. അത്തരം വാർത്തകളിൽ തന്നെ ഇന്ന് തുടങ്ങാം. ഈ ഉൾപേജിൽ നിന്നാണ് ഇന്ന് ഞാൻ തുടങ്ങുന്നത്. മാതൃഭൂമിയുടെ 7ാമത്തെ പേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. മരിച്ചവരെ പോക്കറ്റ് അടിച്ചില്ലേ നിങ്ങളെന്ന് കോൺഗ്രസിനെ പരിഹസിക്കുന്നു പിണറായി വിജയൻ. അത് പ്രാധാന്യത്തോടുകൂടി നൽകുകയാണ്. മാതൃഭൂമി 7ാം പേജിൽ ഇന്ന് മൃതദേഹത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നവരെ വിളിക്കുന്ന പേര് ആരെയും വിളിക്കരുത് എന്ന് എനിക്കുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ആ വിളിപ്പേര് വീഴരുത് എന്ന് എനിക്ക് മാത്രം ആഗ്രഹമുണ്ടായിട്ട് കാര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിമർശനവും പരിഹാസവും ഒക്കെയാണ് ഇത്. ഇത്തരത്തിൽ അതിരൂക്ഷമായി തന്നെ കോൺഗ്രസിനെ വിമർശിക്കുന്നതായി കാണാൻ കഴിയുന്നു പിണറായി വിജയൻ്റെ ഈ പ്രസ്താവനയിൽ. ഇതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു അഭിമുഖവും മാതൃഭൂമിയുടെ 7ാം പേജിൽ ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. മുൻപ് LDFിനെ വികസന മുടക്കുകൾ എന്നാണ് ആക്ഷേപിച്ചിരുന്നത്. 10 വർഷത്തിന് ശേഷം ഇത്തവണ വികസനമാണ് അവർ പ്രധാന ചർച്ചയാക്കുന്നത്. ഇത് വെല്ലുവിളിയല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് കേരളത്തിൻ്റെ ഒരു പെർസെപ്ഷൻ മോശമാക്കിയത് അവരാണ്. അവരുടെ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി 10 കൊല്ലത്തെ വികസനം പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ഒരു ടെക്നോ പാർക്കോ ഇൻഫോ പാർക്കോ ഒരു സ്മാർട്ട് സിറ്റിയോ അവരായിട്ട് കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയാമോ എന്നാണ് കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നത്. അതേസമയം മറ്റൊരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഉത്തരം ശ്രദ്ധേയമാണ്. പിണറായി സർക്കാരിൻ്റെ ഏറ്റവും നല്ലതും മോശവുമായ തോന്നിയ ഓരോ കാര്യങ്ങൾ പറയാമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. സർക്കാരിൻ്റെ പല പദ്ധതികളെ നിയമസഭയിൽ ഉൾപ്പെടെ പ്രശംസിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം അക്വയർ ചെയ്യുന്നതിൽ അത്യുത്സാഹവും നിശ്ചയദാർഢ്യവും കാണിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും മോശം എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. മാതൃഭൂമിയുടെ മുൻ പേജിലേക്ക് എത്തുമ്പോൾ മാതൃഭൂമിയുടെ മുൻ പേജിൽ FCRI വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയാകുന്നത്. BJPക്ക് വോട്ട് ശങ്ക എന്നാണ് ഇതിന് തലക്കെട്ട് നൽകുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള കേന്ദ്ര നീക്കത്തിൽ ക്രൈസ്തവ സഭകൾ പരസ്യമായി രംഗത്ത് വന്നതോടെ BJP പ്രതിരോധത്തിൽ എന്ന് മാതൃഭൂമി പറയുകയാണ്. സഭകളിൽ സ്വാധീനമുറപ്പിക്കാൻ BJP വലിയ ശ്രമം നടത്തുമ്പോഴാണ് പാർലമെന്റിൽ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് എന്നും മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലൈസൻസ് റദ്ദായതിൽ പ്രമുഖ അതിരൂപതയും എന്തടക്കമുള്ള വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. എന്താണ് FCRI? സാമൂഹിക സേവനങ്ങൾക്കായി വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് നിയന്ത്രണം വരുത്താൻ നിയമം കൊണ്ടുവന്നത് 1976-ലാണ്. പിന്നീട് പലതവണ ഭേദഗതികൾ വന്നു. രാജ്യത്തെ സ്ഥാപനങ്ങൾക്കോ സർക്കാരിതര സംഘടനകൾക്കോ പ്രത്യേക സാമൂഹിക ആവശ്യത്തിന് വിദേശത്തുള്ള വ്യക്തികളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ സംഭാവന പിരിക്കാം എന്നുള്ളതും എന്താണ് FCRI എന്ന് പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നൽകി പോകുന്നതായി കാണാം. മാതൃഭൂമിയുടെ മുൻപേജിൽ മലയാള മനോരമ എടുത്ത് പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. രാഹുലിന്റെ ചോദ്യം സ്വർണം കട്ടത് ആരപ്പ എന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും തെരഞ്ഞെടുപ്പിൽ സജീവ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. അതിന് രാഹുൽ ഗാന്ധി തന്നെ നേതൃത്വം നൽകുന്നത് ഇന്നലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അത് പ്രധാനപ്പെട്ട വാർത്തയാകുകയാണ്. പ്രധാനമന്ത്രി LDFിനെ രക്ഷിക്കാൻ ശബരിമലയെ മറന്നെന്ന് ആരോപിച്ച് ഡീൽ ആരോപണവും രാഹുൽ ഗാന്ധി ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇത് മോശമാണ് CMA പ്രതികരിച്ച മാധ്യമപ്രവർത്തകർ എന്ന തലക്കെട്ടിൽ. കൊല്ലത്ത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന് ഇടയിലുണ്ടായ നാടകീയ സംഭവ വികാസങ്ങളെ എടുത്തുകാട്ടുകയാണ്. പിണറായി വിജയന്റെ ചിത്രമടക്കം നൽകിക്കൊണ്ട് പാർട്ടി പത്രത്തിന്റെയും ചാനലിന്റെയും ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം തിരികെ വന്ന മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഇതിന് ഉപതലക്കെട്ട് നൽകുന്നത്. CPM മുഖപത്രത്തിന്റെയും ചാനലിലെയും പ്രതിനിധികളുടെ ചോദ്യത്തിന് മാത്രം മറുപടി നൽകിയ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയോട് ഇത് മോശമാണ് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ മാധ്യമപ്രവർത്തകർ മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി ഇതോടെ തിരിച്ചെത്തി. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, അത് ചോദിക്കണമെന്നും പ്രതികരിച്ചിട്ട് അദ്ദേഹം വീണ്ടും തിരികെ പോയി എന്നുള്ളതാണ് മലയാള മനോരമ നൽകുന്ന വാർത്തയുടെ ഉള്ളടക്കം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. കടുപ്പിച്ച് ട്രംപ് ഹോർമുസ് ഉടൻ തുറന്നില്ലെങ്കിൽ ആക്രമണം എന്ന ഉപതലക്കെട്ടും നൽകുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി ട്രംപ് ആവർത്തിക്കുകയാണ്. മധ്യസ്ഥ ചർച്ചാ നീക്കം തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇറാൻ. ട്രംപ് പറയുന്നത് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇറാനിലെ അവിടുത്തെ ഭരണ നേതൃത്വത്തെ മാറ്റാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഗൗരവമായി ഇതിനെ US സമീപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇറാൻ മധ്യസ്ഥ ചർച്ചാ നീക്കം തള്ളിക്കളയുന്നു എന്നുള്ളതും ആണ്. 95 കടന്ന് രൂപ ഈ പശ്ചിമേഷ്യ സംഘർഷം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ രൂപയുടെ വീഴ്ച എന്നുള്ളത്.
രൂപയുടെ മൂലം ചരിത്രത്തിൽ ആദ്യമായി 95 കടന്നു എന്നും മലയാള മനോരമ ഈ വാർത്തയ്ക്കൊപ്പം ചേർത്ത് വെക്കുന്നതായി കാണാം. മാധ്യമത്തിൻ്റെ മുൻപേജിലേക്ക് എത്തുമ്പോൾ മാധ്യമം പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നത് സെൻസസിന് തുടക്കം പ്രവാസികൾ പുറത്ത് എന്ന തലക്കെട്ടിലാണ്. വീട് പൂട്ടി രാജ്യത്തിന് പുറത്ത് കഴിയുന്ന പ്രവാസി ഇന്ത്യക്കാർ സെൻസസിന് പുറത്തായിരിക്കും എന്നുള്ളതാണ് വാർത്ത. ഈ ജൂണിൽ സെൻസസ് ആരംഭിക്കുന്നു എന്നുള്ളതടക്കമുള്ള വിശദാംശങ്ങൾ ഈ വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ഉൾപേജുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മംഗളത്തിൻ്റെ ഉൾപേജിൽ MA ബേബി CPM ജനറൽ സെക്രട്ടറിയുടെ ഒരു അഭിമുഖം കാണാൻ കഴിയുന്നുണ്ട്. അതിൽ SDPI വോട്ട് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരം ശ്രദ്ധേയമാണ്. കാസർഗോഡ് ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ UDFന്റെ അഭ്യർത്ഥന പ്രകാരം പിൻവലിച്ചെന്നാണ് SDPI പറയുന്നത്. അത് UDF വിശദീകരിക്കട്ടെ. CPIM ഒരിടത്തും SDPIയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറഞ്ഞിട്ടില്ല. SDPIയുമായി ഒരു രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല. വോട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും തീരുമാനിക്കുന്നത് അവരവരുടെ വിഷയമാണ് എന്നാണ് CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ആവർത്തിക്കുന്നത്. വോട്ട് വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്തി പോകുന്നില്ല. എന്നാൽ ആർക്കും വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഉൾപേജുകൾ പരിശോധിക്കുമ്പോൾ കേരള കൗമുദിയിൽ SDPI ലീഗിനെ തകർക്കാനുള്ള സംഘടന എന്ന തലക്കെട്ടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ ഒരു അഭിമുഖം കാണാൻ കഴിയുന്നുണ്ട്. ലീഗിനെ തകർക്കാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് SDPI. ലീഗിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയും മതേതരത്വ നിലപാടും തകർത്ത് അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കണം. അതിന് എക്കാലവും എതിര് നിന്നതിനാൽ ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനാണ് അവർ CPIMനൊപ്പം ചേരുന്നത് എന്നാണ് PMA സലാമിൻ്റെ ഈ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ദീപികയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ ദീപികയുടെ മുഖപ്രസംഗം ഇന്നും കേന്ദ്ര സർക്കാരിനെതിരാണ്. ക്രൈസ്തവരില്ലാത്ത ന്യൂനപക്ഷ കമ്മീഷൻ എന്ന തലക്കെട്ടിലാണ് ഈ മുഖപ്രസംഗം അവർ നൽകിയിരിക്കുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ പ്രാതിനിധ്യമില്ലാത്തത് ഖേദകരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നതല്ല, ക്രൈസ്തവരെ അത്ര പോലും വിലമതിക്കുന്നില്ല എന്നതാണ് വിഷയം. ഒരു വശത്ത് സംഘപരിവാറിൻ്റെ ആക്രമണങ്ങളും മറുവശത്ത് മതപരിവർത്തന നിരോധന നിയമം FCRA തുടങ്ങി ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമാക്കിയുള്ള നിയമങ്ങളും ഭേദഗതികളും നടപ്പാക്കിക്കൊണ്ടിരിക്കെ ന്യൂനപക്ഷ കമ്മീഷനെ തന്നെ കേവലം ഒരു ഔദ്യോഗികതയായി ചുരുക്കി കളഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത്. ജന്മഭൂമി എടുത്തു പരിശോധിക്കുമ്പോൾ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട വാർത്ത അവർ വലിയ പ്രാധാന്യത്തിൽ നൽകുന്നു. അവരുടെ ഒരു ആംഗിളിൽ അതിനെ സമീപിക്കുന്നു. പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ജന്മഭൂമി പറയുന്നത്. ആശങ്കയുണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായി പരിഹരിച്ചേ തീരുമാനിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചതായി ഷോൺ ജോർജ് പറഞ്ഞു എന്നാണ് ജന്മഭൂമി ഈ വാർത്തയിൽ പറയുന്നത്. ദേശാഭിമാനി എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട വാർത്ത FCRA ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് അവർ പ്രാധാന്യം നൽകുന്ന പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്നുള്ളത്. ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ചട്ട ഭേദഗതി നിയമ ഭേദഗതി എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രസ്താവനയും ദേശാഭിമാനി ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. വീക്ഷണത്തിൻ്റെ മുൻപേജ് എടുത്ത് പരിശോധിക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ മറ്റാരുണ്ട് പിണറായി അല്ലാതെ എന്ന തലക്കെട്ടിൽ കൊല്ലത്തെ സംഭവവികാസം പ്രധാനപ്പെട്ട വാർത്തയാക്കുകയാണ്. ചോദ്യം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥത, മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു, ക്ഷുഭിതനായി തിരികെ എത്തി പൊട്ടിത്തെറിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി അവർ എടുത്തു കാട്ടുന്നത്. ഇതൊക്കെയാണ് ഇന്ന് പത്രങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ.